ഹായ്, ഇറ്റ്സ് മീ ഷെനീഫ്. നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പ് ഡൗൺ അനാലിസിസിലോട്ട് പോകാം. സോ ഞാനിവിടെ യൂറോ USDയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം. ഇതെല്ലാം നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത സെയിം പോയിൻറ്റ്സ് ആണ്. പ്രീവിയസ് മന്ത് ലോ, പ്രീവിയസ് മന്ത് ഹൈ, പ്രീവിയസ് വീക്ക് ലോ, പ്രീവിയസ് വീക്ക് ഹൈ, സിങ് ഹൈ, ഡെയിലി വോളിയം ബാലൻസ് രണ്ടെണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് 4 ഹവറിലോട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ഹവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു FEG. നമുക്കിവിടെ ചെറിയ കുറച്ച് അപ്ഡേഷൻസ് വരുത്താനുണ്ട്. അതിനായിട്ട് നമുക്ക് നേരെ ഡെയിലിയിലോട്ട് പോകാം. ഡെയിലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൺഡേ, അതായത് ഇന്നലത്തെ പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്യണം. അതേപോലെ പ്രീവിയസ് ഡേ ലോയും മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളത് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഡെയിലി FEG ഫോം ചെയ്തിട്ടുണ്ട്. നമുക്കത് മാർക്ക് ചെയ്യാം. ഈ 4 ഹവർ FEG ഡിലീറ്റ് ചെയ്യാം ഫസ്റ്റ്. ഈ 4 ഹവർ FEG ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഡെയിലി FEG ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ യൂറോ USDക്ക് നിന്ന് ഇത്രയും മാർക്ക് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് നേരെ ഡോളറിലോട്ട് പോകാം. ഡോളറിൽ നമ്മളിത് ഇന്നലെ മാർക്ക് ചെയ്ത സെയിം മാർക്കിങ്സ് തന്നെയാണിത്. നമുക്ക് ഇതിലും നമ്മൾ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡോളർ ഇപ്പോൾ പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു ബെയറിഷ് മൊമെൻറ്റുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. മാർക്കറ്റിൽ ഇതുവരെ റിയലായിട്ടൊരു മൂവ്മെൻറ്റ് നടന്നിട്ടില്ല. $50 ചാർട്ടാണിത്. ഇപ്പോൾ ഏകദേശം ഒരു വോളിയം ബാലൻസിലോട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്ത് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8:30 ഒരു റെഡ് ഫോൾഡർ ന്യൂസ് ഉണ്ട്. മിക്കവാറും ഈ ടൈമിലായിരിക്കും മാർക്കറ്റിലൊരു വോളറ്റാലിറ്റി കാണിക്കാൻ പോകുന്നത്. സോ ഇന്നും എനിക്ക് കൃത്യമായിട്ടൊരു ബയാസ് യൂറോ USDയിലും ഡോളറിലും ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഇന്നും ട്രേഡ് ഉണ്ടായിരിക്കുന്നില്ല. സോ നമ്മൾ നാളെ വീണ്ടും ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.